മമ്മു വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ വീടും പരിസരമൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. വീഡിയോയില് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോറിയാണ്. ആദ്യമൊക്കെ എല്ലാവരും വെള്ളം കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്, തുണി കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളമാണ്. പക്ഷെ ഇപ്പൊ അത് പിന്നെ ആരും ഉപയോഗിക്കാതെ 4 വശമൊക്കെ അടച്ചു കെട്ടിയതുകൊണ്ട് ആരും ഇറങ്ങാനൊക്കെ ആയിട്ട് ഇപ്പൊ അവിടെ തന്നെ സ്റ്റെപ്പിന്റെ പണിയൊക്കെ കുളം കോറി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോ ഇതിനെ ഇങ്ങനെ ഇറങ്ങി വന്നത് എന്താണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് കുടിവെള്ളം കിട്ടുന്നത് ഒരുപാട് ദൂരെ നിന്നാണ്. ഒരു 10-25 വർഷം മുന്നേ നമ്മൾ കുന്നിന്റെ അവിടെ ചെരുവ്, നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ അത്രയും ദൂരം, ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരെ നിന്നാണ് നമ്മൾ കിണർ കുഴിച്ചിട്ട് പൈപ്പ് ഇട്ടിട്ട് ഇവിടെ ഉള്ള ഒരു 10-20 വീട്ടുകാർ ഇപ്പൊ വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ പൈപ്പ് ഇപ്പൊ വെള്ളമൊന്നും വരുന്നില്ല. അപ്പൊ എന്താണ് പൈപ്പിന് എന്ത് പറ്റി നോക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പം റോഡിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പൈപ്പ് ഇട്ടിട്ടുള്ളത്. അവിടെയൊക്കെ പിന്നെ അവിടെ മുതൽ കാട് തന്നെയാണ്. അപ്പോൾ ആ കാടിന്റെ അവിടുന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ നമ്മൾ പറഞ്ഞ പൈപ്പ് ഇതാണ് കേട്ടോ. റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒരുപാട് ദൂരമുണ്ട്, ഒരു 4-5 കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മൾ പൈപ്പ്. അന്ന് ഇവിടെ എല്ലായിടത്തും കുടിവെള്ളക്ഷാമം ഭയങ്കരമാണ്. ഇത് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ്. നമുക്ക് അല്ലാത്ത ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ കുടിവെള്ളം പാറയാണ്. നമ്മളെ വീട് നിൽക്കുന്ന പരിസരവും പിന്നെ ഒരുപാട് ഒരു 3-4-5 കിലോമീറ്റർ പാറയാണ്. അപ്പൊ നമുക്ക് കിണർ കുഴിച്ചാൽ വെള്ളം ഈ പരിസരത്ത് അധികം കുറെ പേർക്കൊന്നും കിട്ടാറില്ല. അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് ഒരു കിണർ കുഴിച്ചിട്ട് നമ്മൾ എടുത്തത്. അല്ലാതെ നമുക്ക് ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളം മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഈ പൈപ്പ് പോയിട്ടുള്ളത് ഇതിന് ഈ അരുവിൽ കൂടെയാണ്. അപ്പൊ മണ്ണിന്റെ അടിയിൽ കൂടെയാണ്, ഏകദേശം കുറെയൊക്കെ മണ്ണിന്റെ അടിയിൽ കൂടെ തന്നെയാണ് പൈപ്പ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കാരണം പന്നികളുടെ ശല്യം ഉണ്ടായിരുന്നു പിന്നീട്. അപ്പോൾ പന്നികളുടെ ശല്യം വന്നപ്പോൾ നമ്മള് മണ്ണിന്റെ അടിയിലാക്കിയതാണ്. ആദ്യമൊന്നും അങ്ങനെ പന്നികളുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ വീട്ടുകാരും അവരവർക്ക് ആവശ്യത്തിന് അവരവരുടെ വീട്ടിലേക്കും വെള്ളം തിരിച്ചെടുക്കും. അപ്പൊ ഈ പൈപ്പാണ്, ഇങ്ങനെ പൈപ്പ് പോണുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെ കണ്ട കോറിയുടെ ഭാഗം ഇത്രയാണ്. ഇതാണ് എൻ്റെ. പിന്നെ ഇവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങോട്ട് തൊട്ടടുത്തൊരു വീടുണ്ട്. പിന്നെ ഇനി ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളൊന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് ഇവിടെ മൊത്തം കാടാണ്. ഫോറസ്റ്റ് അല്ല, പിന്നെ സർക്കാരിന്റെ കാടൊന്നല്ല, നമ്മുടെ ആൾക്കാരുടെ തന്നെ വസ്തുക്കളൊക്കെയാണ്. പക്ഷെ ആൾതാമസമൊന്നുമില്ല. ഇവിടെ 2-3 വീട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വീട്ടുകാർ നമ്മൾ ഈ വെള്ളം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. വെള്ളം ശരിക്കും എൻ്റെ ഉപ്പാരെ അനിയനാണ് ഈ കിണറവിടെ കുഴിച്ചിട്ട് ഈ വെള്ളം ഈ ഭാഗത്ത് കിട്ടുന്നത്. അപ്പൊ ആദ്യം അവരെ ഇവിടെ കോറിയുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്നു. പിന്നെ അപ്പൊ അവര് താഴേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് ആ വെള്ളം നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളൂ. നമ്മളെല്ലാം നമ്മുടെ വീട്ടിലെ പരിസരത്തൊരു ഏകദേശം 10-25 വീട്ടുകാര് ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇപ്പൊ പൈപ്പ് പൊട്ടി വെള്ളം കാണാനില്ലാത്തതുകൊണ്ട് എവിടെ പൊട്ടിപ്പോയെന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാ. അങ്ങനെ ഇവിടെ കുറെ ദൂരെയാണ് കിണർ കേട്ടോ. കിണറിന്റെ അടുത്തൊന്നും നമ്മൾ പോണില്ല. ഇനി പോകുമ്പോ ഒരു ദിവസം നമ്മള് അവിടുന്ന് ഒരു വ്ളോഗ് എടുത്തിട്ട് എന്തായാലും ചാനലിലിടാം. നമ്മളെ മമ്മു കൂടെ വന്നിട്ടുണ്ട്. മമ്മു അയ്യോ എന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച് വന്ന പൈപ്പ് ഇതാ ഇവിടെയാണ് കേട്ടോ. ഈ പൈപ്പ് ആ വീട്ടിലേക്കുള്ള 2-3-4-5 വീട്ടിലേക്കുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവരിട്ട പൈപ്പാണ്. പക്ഷെ ഇതിന്റെ ഇവിടെ പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. കളിക്കാര്, വണ്ടി ഡ്രൈവിംഗ് പഠിക്കുന്നതിനൊക്കെ വന്നിട്ട് ഇരിക്കുന്ന ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടെന്ന് പറയാൻ പറ്റില്ല, സ്കൂട്ടിയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ വന്നിരിക്കും. അപ്പൊ അവരിവിടെ പൈപ്പ് എന്ത് ചെയ്യും, ഊരി എടുത്തിട്ട് അവർ വെള്ളം കുടിക്കും. പിന്നെ അവർ ശ്രദ്ധ ഇല്ലാതെ അത് അടയ്ക്കാതെ പോണതൊക്കെയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അവിടെ വെള്ളം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വെള്ളം കാണിക്കുന്നുണ്ട്. പക്ഷെ വേറെ എവിടെയാണ് പ്രശ്നം. ഇവിടെ വെള്ളം നല്ല ഫോഴ്സിൽ നല്ല സ്പീഡിലാണ് ഉള്ളതെന്ന്. ഈ സ്പീഡൊക്കെ മതി നമുക്ക് അവിടെ വെള്ളം കിട്ടാന്. പക്ഷെ എന്താ ഇവിടെ ബാക്കി, ഇനിയിപ്പോ ആ പോണ വഴിയിൽ നമ്മൾ നോക്കണം. ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പൊ ഇവിടെ അല്ല പ്രശ്നം. അപ്പൊ ഇനി അവിടെ എവിടെയും പോയി നോക്കണം. അപ്പൊ നമ്മളിനി ഇതേപോലെ ഇവിടെ കെട്ടി വെക്കുകയാണ് കേട്ടോ. കെട്ടി വെച്ച് ഇവിടെ വെള്ളമുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി പോണ വഴിയിൽ തന്നെ എവിടെയെങ്കിലും ആരെങ്കിലും ഊരിയെടുത്തതാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിപ്പോണതാണോ നമ്മൾ നോക്കണം.
അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ അവിടെ കുടിവെള്ളം കിട്ടുന്നത് കേട്ടോ. അല്ല അങ്ങനെ നമ്മൾ പൈപ്പിൽ വെള്ളമൊക്കെ നോക്കി, വെള്ളമൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇനി ഇവിടെയും കൂടെ ഒന്ന് കുലുക്കി നോക്കട്ടെ വെള്ളം ഉണ്ടോയെന്ന്. അപ്പം ഇവിടെയൊക്കെ വെള്ളമുണ്ട്, പിന്നെ എവിടെയാണ് പോകണതെന്ന് അറിയില്ലേ. നമ്മളവിടെയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ. വെള്ളം അവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കോറി. ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ പരിസരത്തുള്ള എല്ലാവർക്കും നീന്തൽ അറിയാം കേട്ടോ. ഞങ്ങളെല്ലാവരും നീന്തൽ പഠിച്ച കോറിയാണിത്. ഏത് കാലത്തും വെള്ളം ഇത്ര ഉണ്ടാവും, എത്ര വേനലിനാണെങ്കിലും ഇത്ര വെള്ളം ഉണ്ടാവും. ഇപ്പം ആരും ഉപയോഗിക്കാതെയാണ്. ഇനി തന്നെ ജനറേഷൻ ഒന്നാണ് ഇപ്പോൾ പിന്നെ നീന്തലൊക്കെ പഠിക്കാൻ പ്രയാസം. ഇതുവരെയുള്ള എല്ലാ പിള്ളേരും നീന്തലൊക്കെ പഠിച്ച് സെറ്റായിട്ടുള്ള ആൾക്കാരാണ്. ഇതിനൊക്കെ ഇറങ്ങാതെ വഴിയായിരുന്നു. ഇപ്പോൾ പുതിയ ആൾക്കാർ വാങ്ങിച്ചതിന് ശേഷമാണ് ഇവിടെ കെട്ടിയിട്ടും മറക്കൊക്കെ ചെയ്തപ്പോഴേ പിന്നെ ഇറങ്ങാനൊന്നും പറ്റില്ല. മുന്നേ നമ്മളിതിൽ മീനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഇതാണ് പരിസരങ്ങളൊക്കെ കോരയുടെ അടുത്ത്. പിന്നെ നമ്മൾ പോണ വഴിയുടെ ഭാഗമാണ് ഇത് കേട്ടോ. ഇവിടെ മഴക്കാലം ആകുമ്പോൾ ഈ കൊന്ന നല്ല പോലെ പച്ചയിലായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ ഈ കാണുന്നത് കൂൺ കൃഷിയാണ് കേട്ടോ. കൂൺ കൃഷി ചെയ്യേണ്ട ഫാമാണ് ഇത്. 2-3 ഉണ്ട്. അവിടെ ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട്. നമ്മൾ കൂണിൻ്റെ ഒരു ദിവസം വേറൊരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. കൂണ് ഞാൻ ചെറുതായിട്ടൊക്കെ ഷോർട്ടിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കൂണ് ഇവിടെ കിട്ടും. പക്ഷെ കൊന്തക്കാരൊക്കെ ചീന്തിയൊക്കെ എടുത്തിക്കുന്നു. ഇപ്പോഴും നിലവിലുണ്ട്. കൂൺ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ കാരക്കീരൊക്കെ എടുത്തിക്കണം. അപ്പോൾ അതൊന്നും കാണാനില്ല. അതിപ്പം പുതുതായിട്ട് കെട്ടിയ ഫാം ഇതാണ് കേട്ടോ. ഏകദേശം ഒരു 100-200 പേക്കോളൊക്കെ ഇവിടുന്ന് പോകും. കാർഷിക സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ കുടിവെള്ളം പറഞ്ഞില്ല, ആ വെള്ളമാണ് ഇപ്പോൾ ഈ പൈപ്പിലൂടെയാണ് കൊണ്ടിട്ടത്. മുകളിൽ കൂടെ ഇട്ടിക്കാണ്. കാരണം ഇവിടെ എത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ ഇതാ പൈപ്പാണ്, വെള്ളം പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടല്ലേ. ഇതാ ഇങ്ങനെ കൊടുത്തിക്കണം, അത് മുകളിലുള്ള ടാങ്കിലേക്ക്. ഇവിടെ അതുവരെയൊക്കെ നമുക്ക് ആ സൈഡിലൂടെ തന്നെയാണ് പൈപ്പ് വരുന്നത്. പിന്നെ റോഡൊക്കെ കയറി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മുകളിലൂടെ കൊടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് കൊടുത്തേക്കാണ്. ഇത് നമ്മുടെ വീട് ഇതാട്ടോ. വീടായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് ഞാൻ അവിടെ നിന്ന് കാണിച്ചതാണ് വീട് കേട്ടോ. പക്ഷേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് നമ്മുടെ ചെടി. ഇത് നമ്മുടെ മാവില് നിറയെ മാങ്ങ ഉണ്ടാവണം മാവാണ് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് മാങ്ങ ഉണ്ടാവും. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ നിറയെ ഇവിടെയൊക്കെ താഴെയൊക്കെ ഇഷ്ടം പോലെയായി വന്ന് നിൽക്കും. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും താങ്ക് യു.